എല്ലാവർക്കും സോഷ്യോളജിയുടെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോഷ്യൽ റിസർച്ച് മെത്തേഡിലെ അവസാന മൊഡ്യൂളായിട്ടുള്ള ഡാറ്റ കളക്ഷനെ കുറിച്ചാണ് നാം സംസാരിച്ചു വന്നിരുന്നത്. അതിലെ മെത്തേഡുകൾ, ഡാറ്റ കളക്ഷനുള്ള മെത്തേഡിനെ കുറിച്ചാണ് കഴിഞ്ഞ പാഠഭാഗത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ശ്രദ്ധിച്ചത്. ഇനി അതിൻ്റെ ആദ്യ മെത്തേഡായിട്ടുള്ള സർവേ മെത്തേഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി വളരെയധികം വ്യാപകമായിട്ട് നാം ഉപയോഗിക്കാറുള്ള അടുത്തൊരു മെത്തേഡിനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ ഈ ക്ലാസ്സിൽ പറയുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ രണ്ടാമത്തെ മെത്തേഡ് കേസ് സ്റ്റഡിയാണ്. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ച് നല്ല വിധത്തിൽ അപഗ്രഥിക്കുകയും അതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് പഠിക്കുന്നതിനെക്കുറിച്ചാണ് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ. കേസ് സ്റ്റഡി മെത്തേഡ് ഇൻ എ ഇൻഡെപ്ത് സ്റ്റഡി ഓഫ് എ പേഴ്സൺ ആൻഡ് എപ്പിസോഡ്, എ പ്രോഗ്രാം ഓർ എനി സോഷ്യൽ യൂണിറ്റ്. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് വളരെയധികം ആഴത്തിൽ വളരെയധികം വിശദമായി പഠിക്കുന്നതിനാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കേസ് സ്റ്റഡി ഒരുപാടായിട്ട് നാം കണ്ടുവരുന്ന ഒരു ഡാറ്റ കളക്ഷൻ മെത്തേഡാണ്. അത് ഒരു റിസർച്ചറെ സംബന്ധിച്ചിടത്തോളം enable the researcher to explore, unravel and understand problem, issues and relationship. സമൂഹത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നത്തെക്കുറിച്ചും ഓരോ കാര്യങ്ങളെക്കുറിച്ചും സമൂഹത്തിൽ ആ ഒരു പ്രശ്നവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചെല്ലാം മനസ്സിലാക്കാൻ റിസർച്ചർക്ക് ഈ കേസ് സ്റ്റഡി കൊണ്ട് വളരെയധികം ഉപകാരപ്രദമാണ്. ഈ ഒരു കേസ് സ്റ്റഡി ക്യാപ്ചറിങ് കോൺക്രീറ്റ് ഡീറ്റെയിൽസ് ഓഫ് റിയൽ സിറ്റുവേഷൻ, യഥാർത്ഥ സിറ്റുവേഷൻ അവസരങ്ങളിൽ ഒരു വളരെയധികം കോൺക്രീറ്റ് ആയിട്ടുള്ള വളരെയധികം ദൃഢമായിട്ടുള്ള ഡീറ്റെയിൽസ് നൽകാൻ ഈ കേസ് സ്റ്റഡിക്ക് കഴിയും എന്നതാണ് ഈ കേസ് സ്റ്റഡിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഈ ഒരു കേസ് സ്റ്റഡി എന്നുള്ളത് ഒരുപാട് ഡിസിപ്ലിനുകളിൽ, സോഷ്യോളജിയിൽ മാത്രമല്ല ഒരുപാട് ഡിസിപ്ലിനുകളിൽ വളരെയധികം വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് കൂടിയാണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്നുള്ളത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ സൈക്കോളജിയിലും ആന്ത്രപ്പോളജിയിലും സോഷ്യോളജിയിലും ക്രിമിനോളജിയിലുള്ള കേസ് സ്റ്റഡി നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു സംഭവം, ഒരു കൊലപാതകം മറ്റോ നടക്കുന്ന സമയത്ത് നാം ആ ഒരു കൊലപാതകത്തിന് പിന്നിലെ രഹസ്യങ്ങൾ ചുരുളഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കേസ് സ്റ്റഡി, അതുപോലെ തന്നെയാണ് ഈ ഒരു സോഷ്യോളജിയിലും ആന്ത്രപ്പോളജിയിലും സൈക്കോളജിയിലൊക്കെ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പേഴ്സണെ കുറിച്ചോ വല്ല എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഇൻഡെപ്തായി പഠിക്കുന്നതിനാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇത് ഡാറ്റ കളക്ഷൻ്റെ രണ്ടാമത്തെ മെത്തേഡാണ്. അതുപോലെ തന്നെ ഈ കേസ് സ്റ്റഡി ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ സ്ട്രക്ചേർഡ് ഫോർമാറ്റ്. ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലായിരിക്കും ഈ കേസ് സ്റ്റഡി ഉണ്ടാകുക എന്നുള്ളത്. ഒരു അൺസ്ട്രക്ചേർഡ് ആയിരിക്കില്ല എന്നർത്ഥം. വളരെയധികം എഴുതാനും വളരെയധികം കേസ് കൈകാര്യം ചെയ്യാനും ഒക്കെ അറിയുന്ന ആളുകൾക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആയിരിക്കും. പക്ഷേ ആ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആണെങ്കിലും അത് നമുക്ക് അനലൈസ് ചെയ്യാനും കമ്പയർ ചെയ്യാനും കഴിയും. ഇതുപോലത്തെ ഒരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഒരു വളരെ ഉദാഹരണമായി കേസ് സ്റ്റഡി പറയുകയാണെങ്കിൽ, ക്രിമിനോളജിയിലുള്ള ഒരു കേസ് സ്റ്റഡി പറയുകയാണെങ്കിൽ 3 പേരെ ഒരു സൈനൈഡ് കൊടുത്ത് കൊന്ന ഒരു സംഭവം. ഇതിനെക്കുറിച്ച് വളരെ ഡെപ്തായിട്ട് നമുക്കൊരു ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ പുതിയതായിട്ട് ഒരു സൈനൈഡ് കൊടുത്തിട്ടുള്ള ഒരു കൊലപാതകം കാണുമ്പോൾ നമുക്ക് ആ കേസ് സ്റ്റഡി എന്ത് ചെയ്യുക, ഇത് പണ്ട് കൂടത്തായിൽ നടന്ന ഒരു ജോളി കൊലപാതകവും തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് എന്ത് ചെയ്യുക, ഒരു കമ്പാരിറ്റീവ്ലി നമുക്ക് പറയാൻ സാധിക്കും. അത് തന്നെയാണ് ഈ കേസ് സ്റ്റഡിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇതിൽ കേസ് സ്റ്റഡീസ് ഓഫൺ കണ്ടെയ്ൻ ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളതും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റകളും രണ്ടും ഈ കേസ് സ്റ്റഡിയിൽ ഉണ്ടാകും. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ്, മറ്റു കാര്യങ്ങൾ, അതുപോലെയുള്ള ഡാറ്റകളും ക്വാളിറ്റേറ്റീവുള്ളായ ഡാറ്റകളുമെല്ലാം ഈ കേസ് സ്റ്റഡിയിൽ ഉൾക്കൊള്ളും എന്നുള്ളതാണ് കേസ് സ്റ്റഡിയുടെ മറ്റൊരു പ്രത്യേകത.
എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ച് ഇൻഡെപ്തായി പഠിക്കുന്നതിനാണ് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ. കേസ് സ്റ്റഡിയിൽ ഇനി എന്തൊക്കെയാണ് ഉൾക്കൊള്ളിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഉൾക്കൊള്ളുക എന്നതിനെക്കുറിച്ചാണ് ബുള്ളറ്റ് ഇട്ട് പറയുന്നത്. എസെൻഷ്യൽ ഡീറ്റെയിൽസ് ഓഫ് ഓർഗനൈസേഷൻ ഓർ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിൽ നിർബന്ധമായിട്ടും ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വസ്തുത ഈ ഒരു കേസ് സ്റ്റഡിയിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഒരു കൊലപാതകം നടത്തിയ ആളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഒരു സോഷ്യൽ പ്രോബ്ലം ആണെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു വസ്തുത ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടായപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ, എന്തൊക്കെയാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ചെല്ലാം അതിൽ പഠിക്കും. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് സിറ്റുവേഷൻ ബീങ് അനലൈസ്ഡ്. വളരെയധികം വളരെ സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സാമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അതിലുണ്ടാകും എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അതേമാതിരി അനലൈസിസ് ഓഫ് പോസിബിൾ സിറ്റുവേഷൻസ് ഓഫ് പ്രോബ്ലം, സൊല്യൂഷൻസ് ഓഫ് പ്രോബ്ലം. ഈ ഒരു മുമ്പിലുള്ള ഒരു പ്രശ്നത്തെ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസ്, ആ ഒരു കേസിൽ എന്തൊക്കെ സൊല്യൂഷൻസാണ്, സാധ്യമായിട്ടുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കും. അതിലൊന്ന് വിട്ടുപോയിട്ടുണ്ട്, ആ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്രോബ്ലം എൻകൗണ്ടർ. അപ്പോൾ നമ്മളെ മുമ്പിലുള്ള പ്രോബ്ലം എന്താണ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനും ഈ കേസ് സ്റ്റഡിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടുള്ളതാണ്. ഇനി ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് കേസ് സ്റ്റഡീസ്. ഈ ഒരു കേസ് സ്റ്റഡിയുടെ ഡിസ്അഡ്വാൻറ്റേജസ് അഥവാ അതിൻ്റെ ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അപ്രായോഗികതകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമതായിട്ട് ഈ ഒരു കേസ് സ്റ്റഡി ഒരു സർവേ മോഡൽ തന്നെയാണ്. ഇത് പൂർത്തീകരിക്കാൻ ഒരുപാട് സമയം, മച്ച് ടൈം, ഒരുപാട് സമയം എടുക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ദൂഷ്യഫലം. രണ്ടാമതായി ഡിപ്പെൻഡിങ് ഓൺ ഫോർമാറ്റ് ദ റിസർച്ച് മേ നീഡ് സം ലെവൽ ഓഫ് ഗുഡ് റൈറ്റിംഗ് സ്കിൽസ്. നമ്മൾ പറഞ്ഞു ഇത് ഈ കേസ് സ്റ്റഡി എന്നുള്ളത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു മെത്തേഡായിരിക്കും, ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മെത്തേഡായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ റിസർച്ചർക്ക് നിർബന്ധമായിട്ടും നല്ല നിലക്ക് എഴുതാൻ പറ്റിയ ഗുഡ് റൈറ്റിംഗ് സ്കിൽ, അക്കാദമിക് റൈറ്റിംഗ് സ്കിൽ പോലെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും അദ്ദേഹം നേടിയിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു ദൂഷ്യഫലമാണ്. അതുപോലെ തന്നെ ഒരു ഡു നോട്ട് യൂഷ്വലി ഗീവ് ബ്രോഡ് ഓവർവ്യൂ ഓഫ് ഇഷ്യൂ അറ്റ് എ ഹാൻഡ്. അത് നമുക്കൊരു മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ അത് നൽകില്ല എന്നുള്ളതാണ്. അപ്പോൾ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെ വളരെയധികം ഇൻഡെപ്തായിട്ട്, വളരെയധികം ഡീപ്പായിട്ട് പഠിക്കുന്നതിനാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇത് ഡാറ്റ കളക്ഷൻ്റെ രണ്ടാമത്തെ മെത്തേഡാണ്. ഈ ഒരു കേസ് സ്റ്റഡിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു സ്ട്രക്ചേർഡ് ഫോം ആയിരിക്കും, ഒരു കോൺക്രീറ്റ് ഫോമിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ അത് ഈ അക്കാദമിക് റൈറ്റിംഗ് സ്കില്ലോ അല്ലെങ്കിൽ സാധാരണ റൈറ്റിംഗ് സ്കില്ലോ ഉള്ള ആളുകൾക്ക് അല്ലാതെ അത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് സമയമെടുക്കും എന്നുള്ളതാണ്. ഈ എന്തൊക്കെയാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷനുകളാണ് കേസ് സ്റ്റഡിയിൽ ഉണ്ടാവുക. അടുത്തതായിട്ട് പറയാനുള്ളത് മൂന്നാമതായിട്ടുള്ള ഈ ഒരു മെത്തേഡാണ്, അത് ഇൻ്റർവ്യൂ ആണ്. അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം.